കോഴിക്കോട് താമരശ്ശേരി ഷിബില വധക്കേസുമായി ബന്ധപ്പെട്ട് ഗ്രേഡ് എസ് ഐ നൌഷാദിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. റേഞ്ച് ഡിഐജി യതീഷ് ചന്ദ്രയുടേതാണ് നടപടി. ഗ്രേഡ് എസ് ഐ നൌഷാദ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം എന്നാണ് വിശദീകരണം. ഭർത്താവ് യാസിറിനെതിരെ ഷിബില നൽകിയ പരാതി പോലീസ് പരിശോധിച്ചില്ല എന്ന ആക്ഷേപത്തിലായിരുന്നു നൌഷാദിനെതിരായ നടപടി. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് ഷിബിലയുടെ കുടുംബം. താമരശ്ശേരി പോലീസ് സ്റ്റേഷനകത്ത് കൊടുത്ത പരാതിയുടെ മുകളിൽ 18 ദിവസമായി ഒരു നടപടിയും എടുക്കാത്ത പോലീസിൻ്റെ വീഴ്ചയെ പറ്റിയാണെന്ന് നമ്മുടെ നാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഒരു കുട്ടിയുടെ കൊലപാതകത്തിലെത്തുകയും കൊലപാതകം നടന്നിട്ട് പോലും അതിനുശേഷം പോലീസ് സ്വീകരിക്കുന്ന നിലപാട് ഭയപ്പാടില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. നീതി ലഭിക്കാത്തൊരു സ്ഥിതിയാണ് ഏറ്റവും പുതിയതായി സംജാതമായിട്ടുള്ളത്. അത് ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർത്തും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. മിഥില, ഈ ഭർത്താവിനെതിരെ ഷിബില നൽകിയ പരാതിയിൽ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നായിരുന്നുവല്ലോ ആക്ഷേപം. അപ്പോൾ ആ ആക്ഷേപത്തിന്റെ പേരിലായിരുന്നു നടപടി. ആ നടപടി ഒഴിവാക്കുമ്പോൾ അപ്പോൾ ആരാണ് ഇക്കാര്യത്തിൽ അലംഭാവം കാണിച്ചത് മിഥില? ഉന്മേഷ്, ഇതിൽ കുടുംബത്തിന്റെ പ്രതികരണം നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു. ഈ ഒരു തീരുമാനം പ്രതിഷേധാർഹമാണ്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിൽ. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ല എന്ന കാര്യത്തിൽ, പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ല എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി. എന്നിട്ടും ഒരു കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ല എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുടുംബം പ്രതികരിച്ചിട്ടുള്ളത്. പ്രതിഷേധാർഹമാണ് ഈ ഗ്രേഡ് എസ് ഐയെ സസ്പെൻഷൻ പിൻവലിച്ചെന്ന് പറയുന്നു. ഇതിൽ ഗ്രേഡ് എസ് ഐയുടെ ഭാഗം എന്നത്, അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്നത്, ഈ ഗ്രേഡ് എസ് ഐയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല. ഇയാൾ കൃത്യമായി ജോലി ചെയ്തിട്ടുണ്ട്. തനിക്ക് ലഭിച്ച പരാതി കൃത്യമായി തന്നെ മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അത് ഈ ഒരു അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഗ്രേഡ് എസ് ഐയുടെ ഒരു സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് തിങ്കളാഴ്ച ഉത്തരവിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ കേസ് എന്ന് പറയുന്നത് താമരശ്ശേരി ഷിബില കൊലപാതകത്തിന് മുൻപ് ഷിബിലയ്ക്ക് ഇത്തരത്തിൽ യാസിറിൻ്റെ ഭാഗത്തുനിന്നും നിരന്തരമായ പീഡനം നേരിടേണ്ടി വന്നു. ലഹരി ഉപയോഗിച്ച് ഉപദ്രവിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷിബിലയും ബന്ധുക്കളും പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ പരാതിയിൽ നടപടി ഉണ്ടായില്ല എന്നതായിരുന്നു കുടുംബത്തിന്റെ പരാതി. അപ്പോൾ ഈ ഇദ്ദേഹം കൃത്യമായ പരാതി മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു അലംഭാവം ഉണ്ടായി, അല്ലെങ്കിൽ അവർ കൃത്യമായി ഇടപെട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് മിഥില. തീർച്ചയായും ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ഈ പറയപ്പെടുന്ന സസ്പെൻഡ് ചെയ്ത എസ് ഐയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം കൃത്യമായി തന്നെ പരാതി ലഭിച്ച സമയത്ത് അത് SHOയെ അറിയിച്ചിട്ടുണ്ട്. ആ SHOയെ അറിയിച്ചു ആ നടപടി എടുക്കണമെന്ന് പറയുകയും ചെയ്തു എന്നാണ് ഈ ഒരു അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. അത് പ്രകാരമാണ് ഈ SIയുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്ന മറുപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് വ്യക്തമായിട്ടുള്ളത്. കൂടുതൽ നടപടിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. അന്വേഷണം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഈ താൽക്കാലികമായി ഈ ഒരു SIയെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചു. പക്ഷേ ഈ കേസിൽ, ഈ കുടുംബത്തിന്റെ ആരോപണത്തിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരി മിഥില, അപ്പോൾ പോലീസ് അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഇത് അവസാനിക്കുന്നില്ല ഈ അന്വേഷണം. കുടുംബത്തിന്റെ പരാതി പരിശോധിക്കുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നതെന്നാണ് മിഥില റിപ്പോർട്ട് ചെയ്യുന്നത്.